ശൈത്താൻ വെറുതെ ഇരിക്കില്ല. ആദ്യം പറഞ്ഞ് നമുക്ക് ടൂറ് പോകാം, അങ്ങനെ എല്ലാ മക്ബറയിലും സിയാറത്ത് ടൂർ വെച്ചു. പണ്ടൊക്കെ 27 അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ടോ സലാത്ത് പേര് പറഞ്ഞിട്ട് പാടത്തേക്ക് വിളിച്ചു. ജാഹിദുകൾ ചോദിച്ചു, എവിടെ നിങ്ങൾക്ക് തെളിവ്? ഏത് സഹാബി ഞങ്ങളെ പഠിപ്പിച്ചത്? അത് സഹാബിയൊന്നും പഠിപ്പിച്ചിട്ടില്ല, പിന്നെ ഞങ്ങളങ്ങ് ഉണ്ടാക്കിയതാ. അന്നേരം നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കാൻ, ദീനിലൊരു നിയമം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ആര് അവകാശം തന്നു? പ്രവാചകൻ പഠിപ്പിച്ചൊരു കൽപ്പനയ്ക്ക് വിരുദ്ധം ചെയ്യാൻ നിങ്ങൾക്ക് ആരവകാശം തന്നു? അപ്പൊ ഒരു പറഞ്ഞെന്താണെന്നറിയോ? അത് ഞങ്ങള് ശരിയാ ലൈലത്തുൽ ഖദറിന്റെ രാത്രിയിലാ പാടത്തിരുന്നത്, പക്ഷെ ഞങ്ങൾ ഇത്തിക്കാഫിരിക്കണ ആരെയും വിളിച്ചിട്ടില്ല. ഇത്തിക്കാഫിരിക്കാതെ റോഡിൽ ചുറ്റി നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഓരോ ഞങ്ങൾ വിളിച്ചു കൂട്ടിയതാണ് എന്നാണ് മറുപടി. അപ്പൊ നമ്മൾ നോക്കുമ്പോ സ്റ്റേജിന്മേൽ കുറെ സാധനങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. വലിയ തലനേരത്തെ പറഞ്ഞ എടുത്താ പോകാത്ത പേരുള്ള സാധനവും, അതുപോലെ തന്നെ വേറെ ഒരു മൂപ്പര് മാത്രം ഉള്ളു എന്ന് പറയുന്നത്. അങ്ങനെ ഉള്ള ആള് മൂപ്പര് മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഇല്ലാത്ത ആൾക്കാരാ. അങ്ങനെ മൂപ്പര് മാത്രമേ ഉള്ളൂ. അങ്ങനെ വലിയ കേരളത്തിൽ പ്രസിദ്ധനായ താജുൽ ഉലമ എന്നൊക്കെ പറയുന്ന വലിയൊരു ഉള്ളാൾ തങ്ങള് മൂപ്പരുണ്ട്. ഈത്തിക്കാഫിരിക്കാതെ പാടത്തോതിരിക്കാട്. എന്നിട്ട് മൂപ്പരാ പറയുന്നത് എന്ത്? ഞങ്ങൾ പള്ളിയിൽ ഈത്തിക്കാഫിരിക്കണ ആരും വിളിച്ചിട്ടില്ല, റോഡിൽ ഇങ്ങനെ കറങ്ങിയെടുക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഈത്തിക്കാഫിരിക്കാതെ, ഓരോ വിളിച്ചതാണ്. സഹോദരങ്ങളെ, അങ്ങനെ ഈ ഇസ്ലാമിനെ വിറ്റ് കാശാക്കാനുള്ള എത്ര അടവുകളുണ്ടോ ആ അടവുകൾ മുഴുവൻ പയറ്റിയില്ലേ? ഈ സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞിട്ട് ഈ സമൂഹത്തെ പറ്റിച്ചില്ലേ? ഈ സമൂഹത്തെ കബളിപ്പിച്ചില്ലേ? ഈ സമൂഹത്തോട് കളവ് പറഞ്ഞില്ലേ? ഈ സമൂഹത്തോട് അബദ്ധം പറഞ്ഞില്ലേ? എന്നിട്ട് ഞങ്ങൾ അബദ്ധം പറഞ്ഞാലും ഞങ്ങൾ കളവ് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിച്ചു കൊള്ളണമെന്ന് ഈ സമൂഹത്തിന് പുസ്തകം എഴുതി പഠിപ്പിച്ചില്ലേ നിങ്ങൾ? അതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. അതിന് പുറമെ എന്താ നടക്കുന്നത്? അതിന് പുറമേ നമ്മൾ കാണുകയാണ് എന്ത്? കേട്ടോളൂ മറ്റൊരാചാരം. അതാണ് തങ്ങള് ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കണം തങ്ങള്, ഞങ്ങൾ അവിടെ നിന്ന് സഹായിക്കണം തങ്ങള്, നിങ്ങളോട് സ്നേഹമുള്ള തങ്ങള്, ഞങ്ങളെ കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്, ഞങ്ങൾ സാധുക്കളാണ് തങ്ങള്. കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ച് കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പളർപ്പാക്കിയ തങ്ങള്, ഇത്രയോ കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്, ഞങ്ങളെ രക്ഷിക്കണ തങ്ങള്. അത് വലിയ വളർമയുള്ള തങ്ങള്, സ്നേഹിച്ച തങ്ങള്, ഉദാര്യപടിയ തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, തങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണല്ലോ അല്ലാഹു പടച്ച തങ്ങള്. ഹലോ, സമൂഹത്തിൽ നടക്കുക ഒരിക്കലും അനുകരിക്കാൻ പറ്റില്ല കേട്ടോ. മൂപ്പരെങ്ങനെയാ പറഞ്ഞു അതുപോലെ ഒന്ന് പറയുമോ എന്ന് പറഞ്ഞാൽ പറയാൻ പറ്റൂല. അങ്ങനെ കേൾക്കണമെങ്കിൽ ഒരാളിനെ പിടിച്ച് 2 കാലുകരെ പൊക്കി നിർത്തിയാൽ മതി. ആ ശബ്ദം അത് അങ്ങനെ അത് നമുക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് അനുകരിക്കും എന്ന് പറഞ്ഞാൽ എന്നെ കൂടെ ആവൂല. അപ്പൊ തങ്ങളെ എന്നിങ്ങനെ വിളിച്ചിട്ടുള്ള ദുആ ഏത് സഹാബിയാ അത് പഠിപ്പിച്ചത്? ഏത് താബിയാ അത് പഠിപ്പിച്ചത്? ഏത് പ്രവാചകനാ അത് പഠിപ്പിച്ചത്? ഈ സമൂഹത്തിൽ സുന്നത്ത് ജമാഅത്തിന്റെ പേര് നടമാടുകയാണ്. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിച്ച, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്ത സമൂഹത്തിന്റെ മുന്നിൽ സുന്നത്ത് ജമാഅത്തിന്റെ പേര് പറഞ്ഞ് ഇസ്ലാമിന്റെ തലപ്പാവണിഞ്ഞ് മുസ്ലിം സമൂഹത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ഈ രൂപത്തിൽ ഇസ്ലാമിക വിരുദ്ധമായ ആചാരങ്ങൾ ഒന്നൊന്നും ഓരോന്നോരോന്നോരോന്നായി ഈ സമൂഹത്തിന്റെ മേൽ അടിച്ചേൽപ്പിച്ചിട്ട് എന്നിട്ട് പറയാണ് ഇതെല്ലാം സഹാബത്ത് പഠിപ്പിച്ചെന്നാണത്രേ, ഇതൊക്കെ താബീങ്ങൾ വഴി കിട്ടിയതാണത്രേ, ഇതൊന്നും ഇന്റർനെറ്റിൽ നിന്ന് കിട്ടിയതല്ല. ആലോചിച്ച് നോക്കൂ സഹോദരങ്ങളെ, അത് ചരിത്രമാണത്രേ, അതാണ് വസ്തുതയത്രേ. ഇതുകൊണ്ട് അവസാനിച്ചോ? അവസാനിച്ചില്ല. ഈ തോന്നിയാസൊക്കെ ഈ സമൂഹത്തെ പഠിപ്പിച്ചു. എന്നിട്ട് ഞങ്ങള് കളവും പറയും, ഞങ്ങള് അസത്യവും പറയും, നിങ്ങളൊക്കെ വിശ്വസിച്ചോണെന്ന് പുസ്തകം എഴുതി. പുസ്തകം എഴുതിയിട്ട് പിന്നെ പറയാണെന്ത്? മുജാഹിദുകൾ വന്നിട്ട് എന്തെടുത്തു? ഞങ്ങളുടെ മേൽ ശിർക്കങ്ങ് ആരോപിക്കുകയായിരുന്നു, ഞങ്ങളുടെ മേൽ ശിർക്കങ്ങ് ആരോപിക്കുകയായിരുന്നു എന്ന്. കേട്ടോളൂ നിങ്ങൾ. 921 മുജാഹിദ് പ്രസ്ഥാനം രംഗത്ത് വന്നു. അവരന്ന് രംഗത്ത് വന്നപ്പോൾ അടിസ്ഥാനപരമായി ഉയർത്തിക്കാട്ടിയ ഒരു വലിയ ആശയം, മുസ്ലിം ജനസമൂഹം അള്ളാഹുവിന്റെ പ്രവാചകന്മാർ പഠിപ്പിച്ച തൗഹീദിൽ നിന്ന് വ്യതിചലിച്ചു പോയിരിക്കുന്നു, ഏകദൈവ വിശ്വാസത്തിൽ നിന്ന് വ്യതിയാനം വന്നിരിക്കുന്നു, അവർ ശിർക്കിൽ അകപ്പെട്ടിരിക്കുന്നു, അവർ ബഹുദൈവ വിശ്വാസത്തിൽ കൂപ്പുകുത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിം സമൂഹത്തെ വീണ്ടും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത് തൗഹീദിലേക്ക് തിരിച്ചുകൊണ്ടുവരൽ ബാധ്യതയായതുകൊണ്ട് ഞങ്ങൾ ജനങ്ങൾ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട്
ഒരു പുതിയ സംഘം രൂപീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചണ്ഡമായ പ്രചരണ ഘോഷയാത്രകൾ നടത്തിക്കൊണ്ട് അവർ മുന്നോട്ട് ഗമിക്കുകയുണ്ടായി. കേരളീയ മുസ്ലിം സമൂഹം എന്ന്